താൻ അറിഞ്ഞോ, ഇവിടൊക്കെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരന്മാരുണ്ടെന്നാ പറയുന്നേ. മുതലാളിമാർക്കൊക്കെ ഭീഷണിക്കത്തുകൾ വരുന്നുണ്ട്, തട്ടിക്കളയെന്ന് പറഞ്ഞു. അറയ്ക്കലെ പാടത്ത് ഇന്നലെ കൊയ്ത്ത് നടന്നില്ല എന്ന് കേട്ടു. കേശവന്റെ അടുത്ത് ഇവന്റെ ഒന്നും പണി നടക്കില്ല. അയാളുടെ ആൾക്കാരെ ഇറക്കി കൊയ്യിക്കും. അത് നടക്കത്തില്ല. അല്ല, പണിക്കാരെ സമ്മതിക്കണ്ടേ? പണിക്കാരുടെ സമ്മതം? അടി കൊടുക്കും തമ്മാടിയൊക്കെ. ഇവനൊക്കെ ഇടിയം കർത്താവിന്റെ കയ്യിലൊന്ന് കിട്ടണം. സ്റ്റേഷനിൽ കയറ്റി 4 ചാർജ് ചേർത്തുമ്പോ തീരുവിന്റെ ഒക്കെ കമ്മ്യൂണിസം. ഇതാണ് അവന്റെ അമ്മയുടെ പ്രസ്. കയറി പരിശോധിക്കേ, എല്ലാം തൊണ്ടിയാക്കണം. ഒരു തുണ്ട് പേപ്പർ പോലും. എന്താ സാർ? കിട്ടിക്കനില്ലേ? ഉണ്ട്. ഇട്ടിക്കനൊരു മാന്യനാണെന്ന് ഞാൻ വിചാരിച്ചത്. എന്താ കർത്താവ് സാറേ? മനസ്സിലായില്ല. അകത്തിരുന്ന് സംസാരിക്കാം. വേണ്ട. എത്ര നാളായി പ്രസ് നടത്താൻ തുടങ്ങിയിട്ട്? പ്രസ് നടത്തുന്നത് ഞാനല്ല, സ്റ്റീഫനാ. ഈ സ്റ്റീഫൻ എന്ന് പറയുന്നവൻ നിങ്ങളുടെ ആരാ? എന്റെ ആരുമല്ല. എന്താ സാർ? അറക്കലെ കേശവ മുതലാളിയെ കൊന്നു. ആര്? എപ്പോ? അറക്കലെ പാടത്ത് സംഘടന നടന്നു. കൊയ്യാനിറങ്ങിയ മുതലാളിയുടെ ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട്. ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ഇല്ല. കിട്ടിച്ചനോ? എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കർത്താവ് സാറേ. അവനാ 1-ാം പ്രതി. പിന്നെ അഡ്വക്കേറ്റ് കോരയുടെ മകൻ ആന്റണി, അവൻ 2-ാം പ്രതി. പിന്നെ സമായത്തിന്റെ പേരും പറഞ്ഞ് റോഡ് ഇറങ്ങുന്ന ഒരു പെണ്ണുണ്ടല്ലോ, നമ്മുടെ പൊട്ടനമ്പുരാന്റെ മോള്. ഇവര് 3 പേരുവാ ഈ പ്രദേശത്തെ തലമൂത്ത കമ്മ്യൂണിസ്റ്റുകാര്. 3 തൽക്കാലം മുങ്ങിയിരിക്കുക. എവിടെ പോകാനാ? എവിടെ മുങ്ങിയാലും ഞാൻ പൊക്കിയിരിക്കും. പിന്നെ പ്രസും സാധനങ്ങളും കണ്ടുകെട്ടി ഞാൻ സീൽ വെക്കാൻ പോവാ. ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും. സ്റ്റേഷൻ വരെ ഒന്ന് വരണം മൊഴിയെടുക്കാൻ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. അന്നമ്മോ, അന്നമ്മോ, ആരാ? അന്നമ്മോ, ഇത് ഞാനാ. ഉണ്ണിത്താൻ ചേട്ടനോ? ആ, ഞാൻ പറയുന്നത് കേട്ടാ മാത്രം മതി. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അന്നമ്മ എന്നെ ഒന്ന് സഹായിക്കണം. കുറച്ച് കാശിനാ ഞാൻ വന്നത്. ഇപ്പൊ എന്റെ കാശൊന്നുമില്ലല്ലോ. ഓ, എപ്പ തരാൻ പറ്റും? എവിടെയുണ്ട് എല്ലാരും? എന്തോന്ന് അന്നമ്മയെ കാണിച്ചത്? അച്ഛൻ എന്തായി കാണിച്ച? അന്നമ്മ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. എന്നെ ഓർത്തോ? കൊലപാതകം ചെയ്യാൻ പോകുമ്പോ? ഞങ്ങൾ ആരും കൊന്നതല്ല അന്നമ്മേ. ബഹളത്തിനിടയിൽ അയാളുടെ തലയ്ക്ക് അടി കൊണ്ടു. കരുതി കൂട്ടി വാടക ഗുണ്ടകളെ കൊണ്ടാണ് ഞങ്ങളെ അയാൾ ആക്രമിക്കാൻ വന്നത്. തൊഴിലാളികളിൽ പലർക്കും വെട്ടേറ്റു. തിരിച്ചടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നടന്നത് എന്തായാലും നഷ്ടം ആർക്കും അച്ചായ. എനിക്ക് അച്ചായൻ ഇങ്ങനെ ഒന്ന് കാണേണ്ടി വന്നില്ലേ അന്നമ്മേ? ഇനി എപ്പോഴും ഇങ്ങനെയായിരിക്കും നമ്മൾ കാണാൻ. ഇങ്ങനെ പോലും കാണാൻ പറ്റുന്ന കാര്യം ചെയ്തില്ലെങ്കിലും കൊലപാതക കുറ്റമാണ്. ഏത് നിമിഷവും ഞങ്ങളെ പോലീസ് പിടികൂടും. ഇനി നമ്മൾ കാണാൻ പാടില്ല. എല്ലാം മറക്കണം. അന്നമ്മ എന്നോട് പോർക്കണം. എന്റെ അപ്പച്ചനെ ആങ്ങളമാരെ മറന്ന ഞാനിവിടെ എത്തിയത്. അച്ചായന് മറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനിവിടെ വരുമായിരുന്നു അച്ചായ. എനിക്കറിയാം അന്നമ്മേ, കൈയും കാലും നിയമത്തിന്റെ ബലങ്ങളിലാണ്. തന്നെ ഓർത്ത് തളരാതിരിക്കാനെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരന് കഴിയണം. ഇനിയും എന്നെ സ്നേഹിച്ച് എന്റെ മനസ്സിനെ കൂടെ വിലങ്ങ് വെക്കല്ല അന്നമ്മേ. അച്ചായനല്ലാതെ വേറൊരാളെ ഞാൻ കല്യാണം കഴിക്കത്തില്ല. അങ്ങനെ പറയരുത്. പോലീസ് പിടിച്ചാൽ ജീവപര്യന്തമോ തൂക്കുമരമോ ആണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ. അച്ചായൻ ജയിലിനകത്ത് കിടക്കുമ്പോ ഞാൻ പുറത്ത് കാത്തിരിക്കും. അച്ചായന് തൂക്കിലേറ്റിയ ആ നിമിഷം ജയിൽ പടി തലയടിച്ച് ഞാൻ മരിക്കും. അന്നമ്മേ, ഞാൻ കാത്തിരിക്കും അച്ചായ. എത്ര നാളായാലും ഞാൻ കാത്തിരിക്കും.
അന്നമ്മ പൊയ്ക്കോ, പൊയ്ക്കോ, കൊണ്ടുവരാനെ. ആ അന്നക്കുട്ടി പിടികൊടുത്തവര്, പോലീസ് പിടികൊടുത്തവര്. നമ്മളെ മാഷും ആംഗ്ലി മാഷും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിടികൊടുത്ത്. സർ, എനിക്ക് സ്റ്റീഫനെ ഒന്ന് കാണണം. ഏതാടി നീ? അന്നമ്മ. പേരല്ല ചോദിച്ചത്, നീ എവിടുത്തെയാ? മേടയിൽ. ഇട്ടിച്ചന്റെ മോൾ അല്ലേ? സ്റ്റീഫൻ ആരാ? നിന്റെ കെട്ടിയോനോ? അല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനാണ്. മരിച്ചുപോയ അമ്മച്ചി ഓർത്തോടി നീ. ആ തെണ്ടിയാണോ നിനക്ക് പ്രേമിക്കാൻ? നീ മുറിക്ക് പുറത്തിറങ്ങിയ ചവിട്ടി കൊന്നുകളയും ശവമേ. എന്നെ കൂടി ഞാൻ പറയിപ്പിച്ചോ നായിലും. അന്നമ്മേ, എന്തോ എന്തോ ആലോചിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോവാടോ. മുദ്രാവാക്യം വിളിച്ച് വിളിച്ച് തന്നോട് സംസാരിക്കാൻ ഒരു നല്ല വാക്കിന് പോലും നാക്ക് വഴങ്ങുന്നില്ല. തന്റെ ചൂട് മാറത്ത് തട്ടിയപ്പോ മനസ്സ് പാടുന്നത് എന്താണെന്നറിയാമോ തനിക്ക്? വരിക വരിക സഹജരേ, സഹന സമര സമയമായി. വരിക വരിക സഹജരേ, ലക്ഷ്മീപുരം കോവിലകത്തെ പടിപ്പുര മാളികയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കല്യാണം. കമ്മ്യൂണിസ്റ്റുകാരന്റെ അമ്പലവും പള്ളിയും അവന്റെ മനസ്സാണ്. ദൈവം മനസാക്ഷി. ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് ജീവിതം തുടങ്ങാൻ മാനസിക പൊരുത്തം മാത്രം മതി. പരസ്പര വിശ്വാസമാണ് ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാന ഘടകം. നീയിപ്പോ ഈ ഔപചാരികതയൊക്കെ വിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത് മകളുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇത് മകളുടെ കയ്യിലേക്ക് കൊടുക്കുക. ആ